നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, യേശു ഒലിമലയിലേക്ക് പോയി. അതികാലത്ത് അവൻ പിന്നെയും ദേവാലയത്തിൽ ചെന്നു. ജനമൊക്കെയും അവന്റെ അടുക്കൽ വന്നു. അവൻ ഇരുന്ന് അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. അതവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശു കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു, നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ ഇത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവനും ഇളയവനും ഓരോരുത്തനായി വിട്ടുപോയി. യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. യേശു നുവർന്ന് അവളോട്, സ്ത്രീയെ, അവർ ഇവിടെ നിന്നെ ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു കൂടാരപ്പെരുന്നാളിൻ്റെ പിറ്റേന്ന് ഒലിവുമലയിൽ നിന്ന് അതിരാവിലെ ദേവാലയത്തിലെത്തി. അപ്പോൾ ജനമൊക്കെയും യേശുവിൻ്റെ വചനം കേൾക്കാൻ അടുത്തുകൂടി. യേശു ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും ഒരു വേശ്യാസ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഇവളെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചിരിക്കുന്നു. മോശ കല്ലെറിയണമെന്ന് പറഞ്ഞിരിക്കുന്നു. നീ എന്ത് പറയുന്നു? തീർച്ചയായിട്ടും വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചതാണ്. കാരണം അവളത് പറയുന്നുണ്ട്. ആരും എന്നെ ശിക്ഷ വിധിച്ചില്ല. അല്ലെങ്കിൽ ജനം പോയി കഴിഞ്ഞ് അവൾക്ക് പറയാമായിരുന്നു, ഇതൊരു നാടകമാണ്, അഭിനയമാണ്, നിന്നെ കൊടുക്കാൻ വേണ്ടി അവർ എന്നെ കൂലിക്ക് ക്ഷണിച്ചതാണ് എന്ന് പറയുമായിരുന്നു. എന്തായാലും വ്യഭിചാര കർമ്മത്തിൽ പിടിച്ച ആ സ്ത്രീയെയാണ് അവൾ കൊണ്ടുവന്നത്. പക്ഷേ വേദപുസ്തകം പറയുന്നത് വ്യഭിചാരം ചെയ്യുന്ന സ്ത്രീയെയും പുരുഷനെയും കല്ലെറിഞ്ഞ് കൊന്ന് ജനത്തിനൊരു ഭയം ഉണ്ടാക്കണം, ധാർമ്മികതയ്ക്ക് വേണ്ടി ഒരു നിലപാടെടുക്കാൻ ഒരു ഭയം ആളുകൾക്ക് ഉണ്ടാക്കണം. അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അതായത് ബിലെയാം മിദ്യാന്യ സ്ത്രീകളെ ഇസ്രായേലിയ പാളയത്തിലേക്ക് പറഞ്ഞയച്ചു. ഇസ്രായേലിയ പുരുഷന്മാർ ആ സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിച്ചു. ആ സമയത്ത് അഹരോൻ പുരോഹിതൻ്റെ മകൻ എലയാസറിൻ്റെ മകൻ ഫിനെഹാസ് ഒരു കുന്തവുമായി കൂടാരത്തിലേക്ക് ചെന്ന് ഒരു സ്ത്രീയെയും അവളെ സ്വീകരിച്ച പുരുഷനെയും കുത്തിക്കൊല്ലുകയാണ്. ഒരു ശിമയോൻ ഗോത്രത്തിലെ ഒരു പ്രഭുവിൻ്റെ മകനായിരുന്നു അവൻ. പക്ഷെ അതൊന്നും ചിന്തിക്കാതെ രണ്ടുപേരെയും കൊന്നു. ദൈവത്തിനത് ഇഷ്ടമായി. പക്ഷെ ഇവിടെ യേശു ഈ പുരുഷനെവിടെ അല്ലെങ്കിൽ പുരുഷന്മാരെവിടെ എന്ന് ചോദിച്ചില്ല. അതിൻ്റെ ആവശ്യമില്ല. കാരണം യേശു സർവജ്ഞാനിയാണ്. യേശുവിൻ്റെ ഒരു വാക്കിൽ ഇത് തീരാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് യേശു വലിയ പോസ്റ്റ്മോർട്ടത്തിന് തയ്യാറാകാതിരുന്നത്. യേശു കുഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. നിവർന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പാപമില്ലാത്തവൻ അവിടെ ഒന്നാമത് കല്ലെറിയണം എന്നാണ് യേശു പറഞ്ഞതെങ്കിൽ അവരെറിയും. അപ്പോൾ യേശു സ്നേഹമില്ലാത്തവെന്ന് വരും. കല്ലെറിയരുത്, വ്യഭിചാരിയോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ യേശു ന്യായപ്രമാണ ലംഘയായിട്ട് വരും. പക്ഷേ യേശു ഒരു വിശേഷണം, ഒരു വാക്ക്, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ. മൂത്തവനും ഇളയവനും കല്ല് താഴെയിട്ട് അവിടെ നിന്ന് സ്ഥലം വിട്ടു. യേശു നിവർന്നിട്ട് പിന്നെയും ചോദിച്ചു, സ്ത്രീയെ, അവർ എവിടെ? ആരും നിന്നെ കുറ്റം വിധിച്ചില്ലേ? ഇല്ല കർത്താവേ. കർത്താവേ എന്ന് പറഞ്ഞാൽ യഹോവേ എന്നാണ്. യഹോവയെ സേവിക്കുന്നുവെന്ന് വിചാരിച്ച് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച പൗലൂസിന് ദൈവദർശനം ഉണ്ടായപ്പോൾ, ശബലെ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്
എന്നാണ് ചോദ്യം. അശരീരി. അപ്പോൾ യഹോവയാണല്ലോ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കി നീ ആരാണ് യഹോവേ, അല്ലെങ്കിൽ നീ ആരാണ് കർത്താവേ എന്ന് ചോദിക്കുകയാണ്. നീ ഉപദ്രവിക്കുന്ന യേശുവാണ് കർത്താവ്, യേശുവാണ് യഹോവ എന്ന് മറുപടി ഉണ്ടായി. യഹോവ എന്നുള്ളത് എബ്രായ വാക്കാണ്. കുറിയോസ് എന്നാണ് അതിൻ്റെ ഗ്രീക്ക് വാക്ക്. അതിന് ഇംഗ്ലീഷാണ് ലോഡ്, അതിൻ്റെ മലയാളം കർത്താവേ എന്നാണ്. ഇവിടെ ആ സ്ത്രീ യേശുവിനെ കർത്താവേ എന്ന് വിളിക്കുകയാണ്. അതിന് കാരണം ഇതിനോടകം ദൈവം മനുഷ്യനായതാണ് യേശു എന്ന് അവൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അവളുടെ അടുക്കൽ കൊണ്ടുവന്ന സമയത്ത്, യേശുവിൻ്റെ അടുക്കൽ അവളെ കൊണ്ടുവന്ന സമയത്ത് യേശു നിലത്തെഴുതിക്കൊണ്ടിരിക്കുകയാണ്. ചിലരൊക്കെ പറയുന്നത് യേശു നിലത്തെഴുതിയത് മനുഷ്യൻ്റെ പാപമാണ്, പാപം ചെയ്ത ആളുകളെയാണ്, ഈ വന്ന ആളുകളുടെ പേരൊക്കെയാണ് എഴുതിയത്. പക്ഷേ എഴുതിയത് കണ്ടിട്ടല്ല, യേശുവിൻ്റെ വാക്ക് കേട്ടിട്ടാണ് അവർ പോയത്. ആകട്ടെ, എന്തായിരിക്കാം യേശു എഴുതിയത്? ഞാൻ വിചാരിക്കുന്നത് വ്യഭിചാരം ചെയ്യരുത് എന്നുള്ള ആ കൽപ്പന ആദ്യമായിട്ട് യഹോവയായ ദൈവം കല്ലിലാണ് എഴുതിയത്. അത് വേറെ ആരും ആയിരുന്നില്ല, യേശു തന്നെ ആയിരുന്നു. അതുകൊണ്ടാണ് യേശു ഇപ്പോൾ ഈ മണലിൽ അല്ലെങ്കിൽ മണ്ണിൽ എഴുതിക്കൊണ്ടിരുന്നത്. അന്ന് കല്ലിൽ എഴുതിയ അതേ ആള്, വ്യഭിചാരം ചെയ്യരുത് എന്ന് എഴുതിയ അതേ ആള് തന്നെയാണ് ഇപ്പോൾ മണ്ണിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് ആ സ്ത്രീക്ക് മനസ്സിലായി. അവൾ പറഞ്ഞു, കർത്താവേ, യഹോവേ, ആരും എന്നെ കുറ്റം വെച്ചില്ല. യേശുവിനെ അവൾ രക്ഷിതാവായി കർത്താവായി അംഗീകരിച്ചതിനാലാണ് യേശു പറഞ്ഞത്, പൊയ്ക്കൊള്ളുക, ഞാൻ നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല. പക്ഷെ ഒന്ന് യേശു പറഞ്ഞു, മേലാൽ പാപം ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, മോശ മുഖാന്തരമാണ് 10 കൽപ്പനകൾ ലോകത്തുണ്ടായത്. പക്ഷെ അത് വെറും അക്ഷരങ്ങളായിരുന്നു. അതനുസരിക്കാൻ യഹൂദന്മാർക്ക് അല്ലെങ്കിൽ ആർക്കും കഴിയുകയുമില്ല. എന്നാൽ യേശു ക്രിസ്തു മനുഷ്യന് പ്രമാണം നൽകുന്നു എന്നുള്ളത് ശരിയാണ്, ഒപ്പം അതനുസരിക്കാനുള്ള ശക്തിയും കൃപയും കൂടെ നൽകുകയാണ്. അതാണ് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിലുള്ളത്. ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. അപ്പം കർത്താവായ യേശുക്രിസ്തു ദൈവം മനുഷ്യനായവൻ, രക്ഷിതാവായവൻ, ന്യായപ്രമാണം അനുസരിക്കാൻ അല്ലെങ്കിൽ ദൈവത്തിനെ അനുസരിക്കുവാനുള്ള ശക്തി തരുന്നവനാണ്. യേശുവിനെ കൈക്കൊള്ളുന്നവർ 10 കൽപ്പനയല്ല ആചരിക്കേണ്ടത്. യേശുവിനെ കൈക്കൊള്ളുന്നവർ സ്നാനപ്പെടണം, മതത്തോട് വേർപെടണം, പാപങ്ങളോട് വേർപെടണം, ദൈവമക്കളോട് ചേർന്ന് തിരുവത്താഴമൊക്കെ കഴിച്ച് ആരാധിക്കാൻ തയ്യാറാകണം, സുവിശേഷ സാക്ഷ്യം വഹിക്കാൻ തയ്യാറാകണം. ഇതാണ് വേണ്ടത്. അതിനു വേണ്ട എല്ലാ ശക്തിയും സാഹചര്യങ്ങളും നൽകാൻ യേശുവിന് കഴിയും. അതാണ് കൃപയും സത്യവും യേശു മൂലം വന്നു എന്നുള്ളതിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, യേശു ക്ഷമിക്കാൻ വന്നതല്ല, യേശു രക്ഷാമാർഗം ഒരുക്കാൻ വന്നതാണ്. രക്ഷാമാർഗം ഒരുക്കാൻ വന്ന മശീഹയായി, രക്ഷിതാവായി യേശുവിനെ ആ സ്ത്രീ സ്വീകരിച്ചതിനാൽ ഒറ്റ നിമിഷം കൊണ്ട് അവൾക്ക് പാപമോചനമുണ്ടായി. പ്രിയപ്പെട്ടവർ, യേശു ഒരുക്കുന്ന രക്ഷാമാർഗം ഒറ്റ നിമിഷം കൊണ്ട് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. കുരിശിലെ കള്ളൻ രക്ഷിക്കപ്പെട്ടതും ഒറ്റ നിമിഷം കൊണ്ടാണ്. യേശുവിനെ കൈക്കൊണ്ട് പാപമോചനം നേടുവാൻ കഴിഞ്ഞവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്ലാത്തവർ കർത്താവിനെ കൈക്കൊണ്ട് ഈ അനുഗ്രഹത്തിൻ്റെ അവകാശികളാകുവാൻ ദൈവം സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.